ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്, ഇത് പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യണത്, തെങ്ങിനെക്കുറിച്ചും തേങ്ങയെക്കുറിച്ചാണ്. നമുക്കതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. തെങ്ങ്, നമ്മളതിനെ കോമൺ ആയിട്ട് കോക്കനട്ട് പാം എന്ന് വിളിക്കും. ഈ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് നുസിഫറ എന്നാണ്. ഇതിൻ്റെ ഫാമിലി അല്ലെങ്കിൽ കുടുംബ പേര് പാമെ. പാമെ പഴയ പേരാണ്, പുതിയ പേര് അരിക്കേസി. അരിക്ക, അടയ്ക്ക, അതിൻ്റെ കുടുംബത്തിൽ തന്നെയാണ് തെങ്ങും വരുന്നത്, അരിക്കേസി അല്ലെങ്കിൽ പാം ട്രീ ഫാമിലി. തെങ്ങ് നമ്മളതിനെ കേരവൃക്ഷ എന്ന് വിളിക്കാറുണ്ട്, കൽപ്പവൃക്ഷ എന്നും വിളിക്കാറുണ്ട്. കാരണം അതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരു ഭാഗം വേസ്റ്റ് ഇല്ല. ഈ തെങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗം അതിൻ്റെ തേങ്ങയാണ്. ഞാനിവിടെ ഒരു തേങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു തേങ്ങയാണ്. ഇതാണൊരു തേങ്ങ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി തേങ്ങ ശരിക്കും എന്താ? തേങ്ങ തെങ്ങിൻ്റെ സീഡാണ്. അതാണ് ഈ കോക്കനട്ട്. തെങ്ങിൻ്റെ സീഡാണ് ഈ തേങ്ങ. തേങ്ങയ്ക്ക് 3 കവറിങ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. 3 ലെയർ, 3 ലെയർ പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പുറത്തേക്ക് നമുക്കൊരു കവറിങ്ങേ കാണാൻ പറ്റുള്ളൂ. ഈ 3 കവറിങ്ങും കൂടെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പെരിക്കാർ. പെരി മീൻസ് സറൗണ്ടിങ്. ഇതിൽ ഈ 3 കവറിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള എപ്പികാർപ്പ്, അതിൻ്റെ ഉള്ളിലുള്ള മീസോ കാർപ്പ്, ഏറ്റവും ഉള്ളിലുള്ള ഹാർഡായിട്ടുള്ള കവറിങ് എൻഡോകാർപ്പ്. അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ 3ഉം എഡിബിൾ അല്ല, ഭക്ഷ്യയോഗ്യമല്ല. അപ്പം ഇതിൻ്റെ എഡിബിൾ പാർട്ട് ഏതാ? ഇതിൻ്റെ എഡിബിൾ പാർട്ട്, ഞാനൊരു തേങ്ങ പൊളിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതിൻ്റെ എഡിബിൾ പാർട്ട് ഇങ്ങനെയായിരുന്നു, പൊളിച്ചു. ആ എഡിബിൾ പാർട്ട് തേങ്ങയുടെ അകത്തുള്ള ഈ വെള്ള ഭാഗം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, വെള്ള ഭാഗവും അതുപോലെ തന്നെ തേങ്ങാ വെള്ളവും, ഇത് പൊളിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശരിക്ക് ഈ എഡിബിൾ പാർട്ട്, ഈ തേങ്ങയും അല്ലെങ്കിൽ നമ്മൾ ഈ കൊപ്ര എന്ന് പറയുന്ന സാധനം, വെള്ള ഭാഗം, കറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് പിന്നെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വെള്ളം. ഇത് രണ്ടും കൂടെ പറയുന്ന പേരാണ് എൻഡോസ്പേം. ഈ എൻഡോസ്പേം എന്ന് പറഞ്ഞ സാധനം ശരിക്ക് ഈ തേങ്ങയുടെ അകത്തുള്ള എംബ്രിയോയ്ക്ക് കഴിക്കാനുള്ള ഫുഡാണ്. അപ്പോൾ ശരിക്കും എൻഡോസ്പേം ഈ തേങ്ങയുടെ അടുത്തുള്ള സീഡിൻ്റെ അകത്തുള്ള എംബ്രിയോയ്ക്ക് കഴിക്കാനുള്ള ഫുഡാണ്. അപ്പോൾ തേങ്ങനെ സംബന്ധിച്ച് 2 ടൈപ്പ് എൻഡോസ്പേം ഉണ്ട്. ഒന്ന് ലിക്വിഡ് തേങ്ങ വെള്ളം, മറ്റൊന്ന് ആ വെള്ള പാർട്ട് കൊപ്ര. ഈ വെള്ള ഭാഗത്തു നിന്നാണ് കൊപ്ര, മീൻസ് കൊപ്ര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതിൽ എണ്ണ എടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ, അതിൻ്റെ യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ വെളിച്ചെണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ഒറ്റയടിക്ക് ഇതിൽ പറയാൻ പറ്റില്ല, മറ്റു പല വീഡിയോയിലായിട്ട് ചെയ്യാം. മരച്ചക്കുണ്ട്, മെറ്റലിൻ്റെ ചക്കുണ്ട്, പലതും ഉണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ, അതുപോലെ ഉരുക്കെണ്ണ, അതുപോലെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതൊക്കെ വലിയ വലിയ ഏരിയാസാണ്. അത് പിന്നീട് ചെയ്യാം. ഇതിപ്പോൾ ജനറലായിട്ട് ചോദിച്ചുകൊണ്ട് സംശയം അല്ലെങ്കിൽ കുറച്ച് പേര് അന്വേഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ എടുക്കുന്നത് ഈ കൊപ്രയിൽ നിന്നാണ്. ഇനി ഇതിൻ്റെ മീസോക്കാർ, എപ്പികാർപ്പ്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗമാണ് ഈ എപ്പികാർപ്പ്, ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. എപ്പികാർപ്പ് പുറമേ ഉള്ളത്, അതിൻ്റെ ഉള്ളിലാണ് ഈ മീസോകാർപ്പ്. ഇതിൽ നിന്നാണ് നമ്മൾ കയറെടുക്കുക. സ്പോഞ്ചി ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ പെട്ടെന്ന് വീണ് തേങ്ങ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ വളരെ പൊക്കളാണ്, അതൊന്ന് അബ്സോർബ് ചെയ്യാം ആ ഷോക്ക്. അതിൻ്റെയൊക്കെ ആയിരിക്കണത് കൊടുത്തിട്ടുണ്ടാവുക. ഇത് വളരെ സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെയാണ് മീസോകാർപ്പ്. ഇതിൽ നിന്നാണ് നമ്മൾ കയറെടുക്കുക. ഇനി എൻഡോകാർപ്പ് എന്ന് പറഞ്ഞ സാധനം, അത് ഈ ചിരട്ടയാണ്, ചിരട്ട. ഈ എൻഡോകാർപ്പ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എൻഡോകാർപ്പ്. അപ്പോൾ 3 ഭാഗങ്ങൾ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇത് 3 എഡിബിൾ അല്ല കേട്ടോ. ഇനി തെങ്ങ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തെങ്ങിൻ്റെ മരം, വുഡ്, തെങ്ങിൻ്റെ പട്ട, തെങ്ങിൻ്റെ ഓല, ഈർക്കില് എല്ലാം യൂസ്ഫുൾ ആണ്. ഈ തെങ്ങാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ട്രീ.
ഇനി തെങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളുണ്ട്. അതിലൊരു ഫേമസ് ഏജൻസിയാണ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്. അത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ആമുഖമായിട്ട് പറഞ്ഞത് മാത്രം. കാരണം പല റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പല ലിസ്റ്റും അല്ലെങ്കിൽ സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ തേങ്ങനെ കുറിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ എണ്ണ എടുക്കുന്നത് പലതും ഉണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്. വി ക്യാൻ മീറ്റ് ലേറ്റ്. ബൈ.